ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഒരു പഴയകാല രുചിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചക്കക്കുരു, മുരിങ്ങക്കായും, മാങ്ങയും ഉണക്കച്ചെമ്മീനും ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന സാധനം തന്നെയായിരിക്കും. ഈ ചക്കക്കുരുവിൻ്റെ ബ്രൗൺ കളർ കളയാതെ അതിൻ്റെ പുറത്തെ വെളുത്ത കവർ മാത്രം കളഞ്ഞിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ നല്ല എളുപ്പമാണ്. പിന്നെ എല്ലാ വിറ്റാമിനും ഉള്ളത് ആ ബ്രൗണിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് കളയേണ്ട, അതൊന്ന് മുറിച്ച് ചെറുതാക്കി മുറിച്ചിട്ട് നമ്മൾ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക, നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഈ മാങ്ങ പച്ചമാങ്ങയാണ്, മാങ്ങയും മുരിങ്ങക്കായും കൂടി നമ്മൾ ഒരു മൺചട്ടിയിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒന്ന് വെന്ത് വരുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. ഞാനിവിടെ ഉണക്കമുളകും ചെമ്മീൻ നന്നായി കഴുകിയിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാട് പൊടിയാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. നമ്മുടെ മാങ്ങയും മുരിങ്ങക്കായും ഏകദേശം വെന്ത് വരുമ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും വറ്റൽ മുളകിൻ്റെ ഇവിടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി അതിലേക്ക് വേണ്ടത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ ഉണക്കച്ചെമ്മീനായിട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ മൺചട്ടിയിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് കുറച്ച് ചാറോട് കൂടി വേണം ഇറക്കി വെക്കാൻ. കാരണം അത് തണുത്ത് കഴിയുമ്പോൾ ചട്ടിയിലിരുന്നിട്ട് ഒന്നുകൂടി കുറുകും. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഈ രുചിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.